നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ മാത്യു എബ്രഹാം വാഴയ്ക്കൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് എത്തുമ്പോൾ ഒരു ജോലി, ഒരു പാർട്ട് ടൈം ജോലി ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്നത് കരിയർ അപ്ഗ്രേഡിംഗ് സാധ്യത ഈ ജോലികൾക്കുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ജോലി പ്രവേശിക്കുമ്പോൾ ആ ജോലിയിൽ നിങ്ങൾക്ക് ആ കരിയറിനുള്ള ലാഡറിൽ നിങ്ങൾക്ക് കയറി പോകുവാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. അതായത് ഉദാഹരണം, നിങ്ങളൊരു വർക്കറായി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസറായി, ഒരു മാനേജറായി, മാനേജ്മെൻറ്റ് ഫീൽഡ് ഇതിൻ്റെ സൈഡിലേക്ക് കയറാൻ പറ്റുമോ, അങ്ങനെ കരിയറിനൊരു ഗ്രോത്ത് ഓപ്ഷനുള്ള ഒരു ജോലിയാണോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. അതല്ലാതെ നമ്മളൊരു വർക്കറായി തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ അതൊരിക്കലും ഒരു പെർഫെക്റ്റ് കരിയർ ചോയ്സ് അല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് പഠനത്തിന് ശേഷം നമ്മുടെ ഇമിഗ്രേഷൻ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവ് ആണോ എംപ്ലോയർ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തിരക്കി വെക്കേണ്ടതാണ്. അപ്പോൾ പേപ്പർ, ജോബ്, ഫുൾ ടൈം ഓഫർ, അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അതായത് പലപ്പോഴും നമ്മൾ പഠിത്തത്തിരിക്കുമ്പോൾ നമ്മൾ ജോലി കയറുന്നു, ജോലിക്ക് ശേഷം നമുക്ക് PR വെക്കേണ്ടതാണ് നമുക്കറിയാം. അപ്പം എത്രയും നേരത്തെ നമ്മുടെ എംപ്ലോയറോട് ചോദിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുന്നു, നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിത്തം കഴിയുമ്പോൾ വേറൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് അപ്പോൾ നമുക്ക് സമയം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സമയവും അതുപോലെ തന്നെ ടൈം, എനർജി ആൻഡ് മണി, 3 കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പം രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ PR അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഉള്ള ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എംപ്ലോയർ തയ്യാറാണോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കണം. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം, ഒരു എംപ്ലോയറെ ചൂസ് ചെയ്യുമ്പോൾ ആ എംപ്ലോയർ എത്രത്തോളം ബിഗ് ആണെന്നുള്ളതും ആ എംപ്ലോയർ എത്രത്തോളം സ്പ്രെഡ് ആണെന്നുള്ളതും ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഒരു വലിയ ബിഗ് ഷോട്ട് ആയിട്ടുള്ള വാൾമാർട്ട് അല്ലെങ്കിൽ സൽവേഷൻ ആർമി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ കോർപ്പറേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് ജോലി ഉണ്ടാവും. ഉദാഹരണം, നമ്മൾ പഠിത്തം കഴിഞ്ഞ ശേഷം നമ്മൾ വേറൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോകാം, ഇന്റേണൽ ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ പറ്റും. നമുക്ക് ജോലി സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കരിയർ ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഇതുപോലെ നമുക്ക് ഇന്റേണൽ ട്രാൻസ്ഫർ വഴി രാജ്യത്തിന്റെ ഏത് കോണിലും നമുക്ക് ജോലിയിൽ എത്തപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റ്സ് ആണ്. അതായത് നമ്മൾ ജോലി കയറുമ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോലിക്കായിട്ട് കയറുന്ന സ്റ്റുഡൻസിന് പലപ്പോഴും ബെനിഫിറ്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കരിയറിൽ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ ബെനിഫിറ്റ്സിന്റെ ആവശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമ്മളൊരു എംപ്ലോയറെ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയുണ്ട്. അതായത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ എത്ര ശതമാനം കവർ ചെയ്യും, അത് മുഴുവൻ കവർ ചെയ്യുമോ, ഡെന്റൽ കവറേജ് എത്ര തുകയ്ക്കുണ്ട്, ഐയുടെ എത്രത്തോളം, വിഷൻ അവരെത്രത്തോളം കവർ ചെയ്യും, ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടോ, പെൻഷൻ ബെനിഫിറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും എംപ്ലോയി ഡിസ്കൗണ്ട്സ് ഉണ്ടോ, അതുപോലെ തന്നെ സ്റ്റോക്ക് പർച്ചേസ് ഓപ്ഷൻ ഉണ്ടോ, അതുപോലെ തന്നെ ഈ എംപ്ലോയർ യൂണിയനൈസ്ഡ് ആണോ, അങ്ങനെ ഈ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബെനിഫിറ്റ്സിന്റെ അടിയിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊരു വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അങ്ങനെ എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ജോലിയുടെ എൻവയോൺമെന്റ് ആണ്. വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയുള്ളതാണ്, ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ളതാണോ, മെന്റൽ സ്ട്രെയിൻ ഉള്ളതാണോ, സ്ട്രെസ് ഉള്ളതാണോ. ഈ കാര്യങ്ങൾ പലപ്പോഴും പല ആളുകളും പരിഗണിക്കാറില്ല. കുട്ടികൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്, സ്റ്റുഡൻസിന്. അപ്പം നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ 20C ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 30C ജോലി ചെയ്യാൻ പറ്റില്ല, 30C ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 40C ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഏജ് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ എത്രത്തോളം ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആണ് ഈ ജോബ്, അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും എത്രത്തോളം അപകട സാധ്യതകളുണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. റിപ്പറ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഫാക്ടറും കൂടെ നമ്മൾ എംപ്ലോയറെ സെലക്ട് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. ആറാമത്തതും ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള പോയിന്റ്, ഒരു എംപ്ലോയറെ സെലക്ട് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എംപ്ലോയറുടെ
ഒരു റിവ്യൂ അല്ലെങ്കിൽ നമ്മൾ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നമ്മളെപ്പോഴും പരിശോധിക്കുന്നുണ്ട് നന്നായിരിക്കും. അവിടുത്തെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, എംപ്ലോയി റിട്ടൻഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല എംപ്ലോയ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് അവരുടെ റിവ്യൂസ് അറിയാൻ പറ്റും. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ആളുകളോട് നമുക്ക് സംസാരിച്ചാൽ നമുക്ക് അവർ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തരുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. അതല്ലാതെ തന്നെ നമുക്ക് നമ്മളെ കഴിയുന്ന മാർഗങ്ങൾ ഒന്ന് അന്വേഷിക്കുക. അതായത് എത്രത്തോളം എംപ്ലോയീസിനെ വാല്യൂ ചെയ്യുന്ന എംപ്ലോയറാണ്. നമ്മൾക്ക് ഒരുപാട് എംപ്ലോയീസിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട്. 10-20 വർഷമൊക്കെ ഒരു എംപ്ലോയിന് വേണ്ടി ജോലി ചെയ്ത ശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരെ ഫയർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി റിട്ടൻഷൻ എന്നുള്ള ഫാക്ടേഴ്സ് എത്രത്തോളം എംപ്ലോയീസിനെ വാല്യൂ ചെയ്യുന്നുള്ളൊരു കമ്പനിയാണെന്നും കൂടെ അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഈ മേൽ പറഞ്ഞ 6 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയറിനെ ചൂസ് ചെയ്യാനും നമ്മളുടെ ടൈം, നമ്മളുടെ മണി, നമ്മുടെ എനർജിയൊക്കെ വേസ്റ്റ് ആവാതിരിക്കാനും നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പഠനം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കേണ്ടതിനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും ഇമിഗ്രേഷൻ്റെ സമയത്ത് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കാം. താങ്ക് യു. ബൈ.